ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. പക്ഷെ എനിക്കിതിൻ്റെ വോയിസ് ഓവർ കൊടുക്കാനൊരു സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഞാൻ എല്ലാം എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ് വോയിസ് ഓവർ കൊടുക്കാൻ ഇരിക്കുന്ന സമയത്താണ് ഒരു സാഡ് ന്യൂസ് കേൾക്കുന്നത്. കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ പെറ്റ് ഡോഗ് ഞങ്ങളെ വിട്ട് പോയി. അതിൻ്റെ ഒരു പെയിൻ എന്താണെന്നറിയാൻ ശരിക്കും പറയുകയാണെങ്കിൽ ആ ഒരു പെറ്റിനെ വളർത്തണം നമ്മൾ, അപ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു വേദന മനസ്സിലാവും. ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊന്നും എൻ്റെ വീഡിയോയിൽ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല. പക്ഷേ ഇത് ഞാൻ എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബ്രൂണോ, എൻ്റെ പെറ്റ് ഡോഗ്, അവൻ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ്. അപ്പം അവനെപ്പറ്റി പറയാതൊരു വീഡിയോ തുടങ്ങാമെന്ന് പറയുന്നത് അതെന്തോ എനിക്ക് ശരിയായിട്ട് തോന്നിയില്ല. ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ നമ്മൾ മുന്നോട്ട് പോകണമെന്നാണല്ലോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് വരാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോകുന്നത് തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ്. അവിടേക്ക് പോകുന്ന വഴിക്ക് ഞങ്ങളൊരു സ്ഥലത്ത് കയറി. വെക്കേഷൻ സ്റ്റാർട്ടായത് മുതൽ സമ്മർ ക്ലാസ്സിന് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ നല്ലൊരു സ്ഥലം നോക്കി ഞങ്ങൾ എത്തിപ്പെട്ടത് ഇവിടെയാണ് കേട്ടോ. മോളെക്കാൾ അവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചെറുതനാണ് കേട്ടോ. അവനവിടെ നല്ല രീതിക്ക് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ നേരം ഊഞ്ഞാലാടി, പിന്നെ കുറേ ബോൾ എടുത്ത് എറിഞ്ഞ് കളിച്ചു, പിന്നെ വണ്ടി കയറി കളിച്ചു. ഞങ്ങൾ അഡ്മിഷനൊക്കെ എടുത്ത് തിരിച്ച് വരുന്ന സമയത്ത് ആൾക്ക് അവിടെ നിന്ന് വരണമെന്നേ ഉണ്ടായിരുന്നില്ല. വാശി പിടിച്ച് കരച്ചിലായിരുന്നു. പിന്നെ അഡ്മിഷൻ എടുക്കാൻ പോയത് മോൾക്കായതുകൊണ്ട് അവളുടെ അഭിപ്രായം ഒന്ന് ചോദിച്ചു. അവളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ അവളുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കുന്നുണ്ടാവും. ഞങ്ങളവിടെ പോയ സമയത്ത് അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരെ കൂടെ കണ്ടപ്പോഴത്തേക്കും ആൾ ഫ്ലാറ്റായി. ഇവിടെ തന്നെ മതിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അവിടെ തന്നെ അഡ്മിഷൻ അങ്ങ് എടുത്തു. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് വേറൊരു സ്ഥലത്തേക്കാണ്. തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിലെന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഇത് എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവും. എന്തായാലും ഒരുങ്ങിക്കെട്ടി ഇറങ്ങി. അപ്പം മാക്സിമം കാര്യങ്ങൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റിയെങ്കിൽ അതല്ലേ നല്ലത്. പിന്നെ നട്ടുച്ച സമയത്ത് നേരെ ബീച്ചിൽ പോയാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് ഞങ്ങളിത് നേരത്തെ പ്ലാൻ ചെയ്തൊരു കാര്യമായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഫുഡ് പാഴ്സൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഫുഡ് ഇരുന്ന് കഴിക്കുകയാണ്. ഏതോ ആളെ വീട്ടിൽ കയറി കഴിക്കുകയെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് ഞങ്ങൾ തന്നെ വാങ്ങിയ ഒരു വീടാണ്. ഇപ്പം ഞങ്ങളിത് റെൻറ്റിന് കൊടുത്തിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ടൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊന്ന് ക്ലീനിങ്ങും കാര്യത്തിനായിട്ട് ഇറങ്ങി. അതായത് കുറേ പുല്ലുകളൊക്കെ വളർന്നു കിടക്കുന്നുണ്ടായിരുന്നു മുറ്റത്തൊക്കെ. അതൊക്കെ പറിച്ച് കളഞ്ഞു. പിന്നെ ഒന്ന് അടിച്ച് വാരി ഒക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ നമ്മുടെ മോളും കുറേ ഹെൽപ്പൊക്കെ ചെയ്തു തന്നു. അതിനൊരു വലിയ താങ്ക്സ് അവളുടെ മിസ്സിൻ്റെ അടുത്താണ് ഞാൻ പറയുന്നത്. വെക്കേഷൻ ടൈമിൽ പാരൻസിന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറയുന്നതുകൊണ്ട് ഇപ്പോൾ കൂടെ ഓരോ ഹെൽപ്പ് ചെയ്യാൻ വരുന്നുണ്ട്. എത്ര ദിവസം ഉണ്ടാവുമെന്നറിയില്ല, പക്ഷെ കിട്ടുന്നതൊക്കെ ഒരു ബോണസായിട്ട് ഞാനങ്ങ് എടുക്കുകയാണ്. പിന്നെ അവൾക്ക് പൊതുവേ ഈ ചെടി നനയ്ക്കാനും മറ്റും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അതായത് ഈ വെള്ളത്തിൽ കളികളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഇത് കാണാൻ നല്ല ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ. ഞാൻ എൻ്റെ വേറെ ഏതെങ്കിലും ഒരു വീഡിയോയിൽ നല്ല വിശദമായിട്ട് കാണിച്ചു തരാം. അങ്ങനെ ഒരു 4-4:30 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വിടുവാണ്. ഇത് ഞങ്ങൾ സെക്കൻഡ് ടൈമാണ് കേട്ടോ ഇവിടെ പോകുന്നത്. ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോഴും പിന്നെ ഇപ്പോൾ വരുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്ന സമയത്ത്, അതായത് 2022 വരുന്ന സമയത്ത് ഇത്രയ്ക്കധികം പുരോഗമനമൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി ഞങ്ങളന്ന് പോയ ദിവസത്തിൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയില്ല. അന്ന് പ്രത്യേകിച്ച് കടകളൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ഇവിടുന്ന് എടുത്ത ഒരു വീഡിയോ ആണ് ഇൻസ്റ്റാഗ്രാമിൽ 35K ആദ്യമായിട്ട് എനിക്ക് ഇത്രയും അധികം വ്യൂസ് കിട്ടുന്നത്. ആ വീഡിയോ കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ 2022 എടുത്ത കുറച്ച് ക്ലിപ്സാണ്. കാര്യമായിട്ടൊരു ചേഞ്ചസ് ഒന്നും ഞാൻ കണ്ടില്ല. അന്നൊരു കുപ്പി വെള്ളം കിട്ടാൻ വരെ ഞങ്ങൾ നല്ല പോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ അന്ന് എടുത്ത കുറച്ച് വീഡിയോസ് കാണും. അങ്ങനെ ഇതാ നമ്മുടെ 2025 വന്നിരിക്കുകയാണ്. പല വ്യത്യാസങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. മെയിനായിട്ട് ക്ലാരിറ്റി, കാരണം എൻ്റെ ഫോണ് മാറ്റി. പിന്നെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതുകൊണ്ട് കുറച്ച് വൃത്തിയിൽ വീഡിയോ എടുത്തിട്ടുണ്ട്. വൃത്തി എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലൊരു വാവയുണ്ട്, അവനെയും മാനേജ് ചെയ്യണം നമ്മൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത്. എന്താണ് ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുത്ത് കിട്ടുന്നത് എന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നുന്നുണ്ടാവും.
കുറച്ച് വീഡിയോസ് ഇങ്ങനെ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇത് എന്തിനാണ് ഇങ്ങനെ ഇടുന്നതെന്ന്. പക്ഷെ പിന്നെയാണ് ഇതിൻ്റെ ഒരു നല്ല വശം നമുക്ക് മനസ്സിലാവുന്നത്. കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന കുറേ മെമ്മറീസ് അല്ലേ നമ്മളിങ്ങനെ കൂട്ടി യോജിപ്പിച്ചൊരു വീഡിയോ ആക്കി നിങ്ങളെ മുന്നിൽ കാണിക്കുന്നത്. നിങ്ങൾ കാണുമ്പം അത് ആ ഒരു 10-15 മിനിറ്റുള്ള ഒരു സാധാ വീഡിയോ. പക്ഷെ ഞങ്ങൾക്കത് പിന്നീട് കാണുന്ന സമയത്ത് നമ്മൾ എൻജോയ് ചെയ്ത കുറേ മൊമെൻറ്റ്സുകളാണ്. ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്ന 2022 ആ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ, അതിൽ കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. സത്യം പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ആലോചിക്കുകയായിരുന്നു, അപ്പോൾ ആ വീഡിയോസ് എല്ലാം കൂട്ടി ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നെങ്കിൽ അപ്പോൾ അതൊക്കെ ഇരുന്ന് കാണാമായിരുന്നല്ലോ. മീൻസ് എന്തൊക്കെ ചേഞ്ചസ് വന്നു എന്നൊക്കെ കറക്റ്റ് മനസ്സിലാവുമായിരുന്നല്ലോ. ആസ് എ പാരൻറ്റ് ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ മക്കളുടെ ചൈൽഡ്ഹുഡ് ഏറ്റവും ബെസ്റ്റാക്കുക എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ഈ കാർ ഓടിക്കുന്നുണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞാൻ സൂപ്പറായിട്ട് ഡ്രൈവ് ചെയ്യുമെന്ന്. ഈ ബീച്ച് പോലത്തെ ഒരു റോഡ് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ലൈസൻസ് 8 വർഷം മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിലും വണ്ടി ഞാൻ ഇങ്ങനെയെങ്കിലും ഓടിക്കുന്നത് എൻ്റെ കെട്ടിയോൻ ഒരാൾ വിചാരിച്ചുകൊണ്ട് മാത്രമാണ്. എത്ര അടിയും നുള്ളും ചവിട്ടും കിട്ടിയിട്ടുണ്ടെന്നുള്ളതിന് കണക്കില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ ഒരു തെറി പോലും കേൾക്കേണ്ടി വന്നിട്ടില്ല. ഒന്നെങ്കിൽ ഞാൻ നല്ലപോലെ ഡ്രൈവ് ചെയ്തുകൊണ്ടായിരിക്കണം, അതല്ലെങ്കിൽ ഇവളെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആവണം. എന്തായാലും 2 പേരിൽ ആർക്കോ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ട് 1 മണിക്കൂറിന് മേലെ എന്ന് തോന്നുന്നത്. ഇപ്പോൾ ഇവിടെ ആരുമില്ല, കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളും ഈ കടലും മാത്രം. ഡ്രൈവിംഗ് ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഈ തിക്കോടി ഡ്രൈവിംഗ് ബീച്ചിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 2 മുതൽ 4.5 കിലോമീറ്റർ വരെയാണ്. അതെന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഈ വേലിയേറ്റ സമയത്ത്, അതായത് കടൽ കരയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കുറേ സ്ഥലത്തേക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. വേലി ഇറക്ക സമയത്ത് നേരെ തിരിച്ചു. നമ്മളും കടലും മാത്രം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരാളുമില്ല. എല്ലാവരും കളിക്കാൻ കുറേ പേരോട് വന്നിട്ടുണ്ടായിരുന്നു. ആ പിള്ളേരൊക്കെ പോയി. ഇപ്പോൾ ഇവിടെ ആരുമില്ല. ഇപ്പോൾ ടൈം 6:41 കേട്ടോ. ഈ സമയത്ത് നമ്മൾ കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. അത് വീക്കെൻഡ് ആവണമെന്നില്ല, വീക്ക് ഡേയ്സ് തന്നെ വൈകുന്നേരം ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇവിടെ നോക്കി ഒന്നുമില്ല, ഒരാളും മനുഷ്യനും ഇല്ല. ഞങ്ങളും ഞങ്ങളെ കാറും മാത്രം. കാർ എവിടെ പോയി? ഇതാ കിടക്കുന്ന കാറ് കണ്ടോ? എനിക്കറിയാൻ പാടില്ല കേട്ടോ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ. ഞാനിവിടെ കാറ് പഠിക്കാൻ വന്ന ആ ഫസ്റ്റ് ടൈമിൽ ഇവിടെ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു എന്താ പറയുക, ഒരു വെള്ളം പോലും കിട്ടാനില്ലാത്തൊരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ സംഭവങ്ങളൊക്കെ, കുറേ ഷോപ്പുകളുണ്ട്, കുറേ മറ്റേ ബലൂൺസും കുട്ടികളുടെ ടോയ്സുള്ള കുഞ്ഞു കുഞ്ഞു കടകളാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഐസ്ക്രീം വരെയുണ്ട്. അന്ന് ഐസ്ക്രീം പോലും ഇല്ലായിരുന്നു. എൻ്റെ ഇൻസ്റ്റഗ്രാമൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാൻ മതിയാവും, ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് എപ്പം ഫ്രീ ടൈം കിട്ടിയാലും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ബീച്ചാണ്. എനിക്കറിയാൻ പാടില്ല, എത്ര കണ്ടാലും മതി വരില്ല. മതി വരുന്നതിനേക്കാളപ്പുറം ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ തിരകളടിക്കുന്ന ഈ സൗണ്ടും കേട്ടിങ്ങനെ ഇരിക്കുകയെന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഫീലാണ്. അത് ഞങ്ങൾ 4 പേരും ഈക്വലി എൻജോയ് ചെയ്യുന്നൊരു സ്ഥലമാണ് ബീച്ച്. ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ബീച്ചിൽ വന്ന് മടുത്തിരിക്കുന്ന ഒരാളായിരുന്നു. പിന്നെ എനിക്ക് ബീച്ചിൽ പോകാമെന്ന് പറയുന്നത് തന്നെ ഒരു കലിപ്പ്, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ബാംഗ്ലൂരിലോട്ട് പോയ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ബീച്ച് മിസ് ചെയ്യാൻ തുടങ്ങുന്നത്. ഇങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ബീച്ചിൽ പോയാൽ. ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ബന്ധവും ഉണ്ടാവില്ല. ഓരോരുത്തർ ഓരോ വഴിക്ക് പോയിട്ട് എൻജോയ് ചെയ്യാറാണ് പതിവ്. വാവേൻ്റെ മൂഡ് മാറുന്നവരെ മാത്രമേ എനിക്കിങ്ങനെ ആടിപ്പാടി നടക്കാൻ പറ്റൂ. 1 മണിക്കൂറോളം എനിക്ക് സമാധാനമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കാനും എൻജോയ് ചെയ്യാനും പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡ്യൂട്ടി കൈമാറി. മോനെ ഞാനെടുത്തു. പിന്നെ അച്ഛനും മോളും കുറേ നേരം കളിച്ചു.
പിന്നെ ഇവിടെ വന്ന് ഡ്രൈവ് ചെയ്ത് പോകുന്ന ആളുകളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ വണ്ടി ഒന്ന് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. കാരണം ഇവിടുത്തെ ഉപ്പ് രസമുള്ള വെള്ളം നമ്മുടെ വണ്ടി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുരുമ്പ് പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എനിക്ക് ആ ദിവസം ഭയങ്കര ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം കുറേ കാലത്തിന് ശേഷമാണ് ഇത്രയും ടൈം വണ്ടിയൊക്കെ ഓടിക്കുന്നത്. കാർ ഓടിക്കാൻ ഇഷ്ടമാണെങ്കിലും എനിക്കത് റോഡുമേലേക്ക് ഇറക്കാനുള്ള ധൈര്യം ഇതുവരെ വന്നിട്ടില്ല. എന്നെങ്കിലും ആ ധൈര്യം വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. ഇവിടുന്ന് ഞങ്ങൾ നേരെ പോകുന്നത് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. ഇവിടുന്ന് ഈ വീഡിയോ ഞാൻ നിർത്താം എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെയാണ് ഞങ്ങൾ പോകുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഒരു പ്രത്യേകത അത് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. കൊയിലാണ്ടിയിലുള്ള ഒരുവിധം എല്ലാവരും പോയ ഒരു റെസ്റ്റോറൻ്റ് ആയിരിക്കാം ഇത്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ട്രെയിനിൻ്റെ ഒരു മോഡലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ ഇത്. ഇവിടെ ഞങ്ങൾ 2-3 പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ട്. ഇവിടുത്തെ ഫുഡിനെ പറ്റിയൊന്നും ഞാൻ ആധികാരികമായി പറയുന്നില്ല, കാരണം എൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല നിങ്ങളുടെ ടേസ്റ്റ്. നമ്മളിതാ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഊഞ്ഞാലൊക്കെ സൈഡിലുണ്ട്. ശരിക്കും നമ്മളൊരു റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറുന്നൊരു ഫീലാണ്. ഇതൊക്കെ ആരുടെ തലയിൽ ഉദിച്ച ബുദ്ധിയാണോ എന്തോ. ഞാൻ നല്ല വിശദമായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല, കാരണം എല്ലാവരും സമാധാനപരമായിട്ട് ഫുഡ് കഴിക്കാൻ വന്നൊരു സ്ഥലമാണ്. അവരെ വെറുതെ ശല്യം ചെയ്യേണ്ടെന്ന് തോന്നി. ഇതിൻ്റെ ഉൾവശം നിങ്ങൾ കണ്ടില്ലേ, ശരിക്കൊരു ട്രെയിൻ പോലെ. അങ്ങനെ അവിടെ നിന്ന് ഫുഡ് കഴിച്ച് കുറച്ച് നേരം മൂഞ്ഞാലിലൊക്കെ ആടി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയത് മോക്കൊരേ നിർബന്ധം, അവളുടെ ഫ്രണ്ട് കൊടുത്ത ഗിഫ്റ്റ് നിങ്ങളെയൊക്കെ കാണിക്കണമെന്ന്. ഇത് നമ്മുടെ ആരുട്ടീൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ചാർവി മോള് എബ്രോഡ് പോകുന്നതിന് മുന്നേ ആരുട്ടിക്ക് കൊടുത്തൊരു ഗിഫ്റ്റാണ് കേട്ടോ. April 27 മോളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവൾ അന്ന് അവൾക്ക് ഗിഫ്റ്റായിട്ട് വേണമെന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു സാധനമാണ് അവൾക്ക് ഇങ്ങനെ കിട്ടിയത്. അവളുടെ സന്തോഷം കണ്ടപ്പം ഞാനും ഇത് വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. യൂണിക്കോണിൻ്റെ തലയും ഉടലുമുള്ള ഒരുപാട് ഐറ്റംസ് ഈ വീട്ടിലുണ്ട്. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പെൺകുട്ടികൾക്ക് എന്താണ് ഈ യൂണിക്കോണിനോട് ഇത്ര സ്നേഹം. അങ്ങനെ കണ്ണ് നിറയെ കണ്ടതിന് ശേഷം നല്ല ഭദ്രമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് എല്ലാം. അങ്ങനെ അന്നത്തെ ഒരു ദിവസം ഇതോടെ അവസാനിക്കുകയാണ്. എല്ലാം കൊണ്ടൊരു നല്ല ദിവസമായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കമൻസിൽ അറിയിക്കണം. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ചാച്ചാ.